യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി യേശു, എല്ലാവരും ചേർന്ന് യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. 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 നിന്മാർവോ ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എൻ ജീവനും പ്രാണനും നീയേ. ചേർന്ന് എന്റെ
എല്ലാം നീയേ. എൻ ജീവനും എന്റെ എല്ലാം എല്ലാമായവനേ, എന്റെ എല്ലാം നീയേ. ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എന്റെ എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ എടുത്തു വരുന്നു. ഈ നല്ല രാത്രിക്കായി സ്തോത്രം. സകലത്തിന്മേലും നിയന്ത്രണമുള്ള ഞങ്ങളുടെ ദൈവം എല്ലാറ്റെയും നിയന്ത്രിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്ത ചില നിമിഷങ്ങൾ വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. മഹത്വം ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. വേദപുസ്തകം തുറക്കാം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞോ വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ വായിക്കുന്നു. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം, 41-ാമത്തെ വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നാം കേൾക്കുകയുണ്ടായി. അല്പസമയത്തെ വചനചിന്തയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണല്ലോ. നാം വായിച്ച 2 വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായ 2 വേദഭാഗങ്ങൾ അത്രേ. ഒന്നാമത്തെ ഭാഗം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറും എന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുന്ന ഒരു വേദഭാഗം അത്രേ ഇന്ന് രാത്രി നാം വായിച്ചത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാർ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. ഇവനാർ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാർ എന്നോ പറഞ്ഞു. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അനേകരുടെ ചോദ്യമാണ്, ഇവനാർ? യേശു ക്രിസ്തു ആരാണെന്ന് അവർക്കറിയണം. യേശു ക്രിസ്തു ആരാണെന്ന് അവർക്കറിയണം. വേദപുസ്തകത്തിൽ ഒരു ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സഖായി എന്നാണ്. അദ്ദേഹത്തിന്റെ ജോലി ടാക്സ് കളക്ടർ, ചുങ്കം പിരിക്കുന്ന ചുങ്കക്കാരനായ സഖായി. ആ നാട്ടിൽ
ധനികനായ ഒരു മനുഷ്യൻ. പക്ഷെ ആൾ കുറിയവനായതുകൊണ്ട്, ഉയരം കുറഞ്ഞതുകൊണ്ട് അദ്ദേഹം യേശുവിനെ കുറിച്ച് ദിനം പ്രതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവൻ ദിനം പ്രതി യേശുവിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, അനവധി കാര്യങ്ങൾ സക്കായി യേശുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സക്കായിക്കൊരാഗ്രഹം യേശുവിനെ കാണണം. ഇന്നും ലോകത്ത് അനേകർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്, യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അനേകർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. സക്കായിയും അങ്ങനെ തന്നെയാണ്. സക്കായിക്കും ഒരാഗ്രഹമുണ്ടായി, യേശുവിനെ ഒന്ന് കാണണം. അങ്ങനെ സക്കായി തീരുമാനിച്ചു യേശുവിനെ കാണുവാൻ ഒരു അത്തിമേൽ കയറി, കാട്ടത്തിമേൽ കയറി. ഈ കോമ്പൗണ്ടിനകത്തും ഒരു അത്തി ആ മൂലയ്ക്ക് നിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇത് നല്ല അത്തിയാണെങ്കിൽ അത് കാട്ടത്തിയാണ്. അത് ഞാൻ ആ ഭാഗമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു അത്യാവശ്യം ഉയരമുള്ള ഒരു വൃക്ഷമാണ് അത്തി എന്ന് പറയുന്നത്. വലിയ ഉയരത്തിൽ പോകുന്ന വൃക്ഷമല്ല, അത്യാവശ്യമൊക്കെ ഉയരത്തിൽ കയറി ഇരുന്ന് കാണാൻ. അങ്ങനെ സക്കായി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ഇന്ന് അനേകർക്കും യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയണം. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ, യേശു ആരാണ്? ഈ പ്രസംഗിക്കുന്നു, ഘോരഘോരം തെരുക്കോണുകളിൽ പ്രസംഗിക്കുന്നു, മുറ്റത്തുകളിൽ, വീട് അങ്കണങ്ങളിൽ പ്രസംഗിക്കുന്നു, ടെലിവിഷനുകളിൽ പ്രസംഗിക്കുന്നു. യേശു ആരാണ്? അനേകർക്ക് യേശുവിനെ അറിയുവാൻ ആഗ്രഹമുണ്ട്, സക്കായിയെ പോലെ. പക്ഷെ യേശു എന്നെ കാണരുത്. സക്കായിയുടെ പ്രത്യേകതയുണ്ട്. യേശുവിനെ എനിക്കറിയണം, യേശുവിനെ എനിക്ക് കാണണം, യേശുവിനെ എനിക്ക് കാണണം. പക്ഷെ യേശുവിനെ കാണരുത്, യേശുവിനെ അറിയരുത്. നമുക്കറിയാം, ആ വേദഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ യേശു കർത്താവ് വന്ന് നിന്നിട്ട് വിളിക്കുകയാണ്, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന സ്വർഗം ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കുന്നു. യേശു ആരാണ്? നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അവൻ പാപികളുടെ രക്ഷിതാവാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ, ആമേൻ, അങ്ങനെയാണ് വായിക്കുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപികളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശുവെന്ന് പേരിടയണം. യേശു രക്ഷിതാവ്, സർവജനത്തിന്റെയും രക്ഷിതാവ്. ഞങ്ങൾ പാടിയ പാട്ടുകളിലൊക്കെ കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പാടിയത്. ഓരോ പാട്ടിനും ഞങ്ങൾ പാടുന്ന പാട്ടിലും ഓരോ സന്ദേശമുണ്ട്. ആ സന്ദേശങ്ങളിൽ ഒന്നിൽ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ്. ദൂതന്മാർ പറഞ്ഞു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പേരത്രേ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 11-ാം അധ്യായം മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-22 വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ച ഭാഗം. വീണ്ടും മത്തായി സുവിശേഷം 11:28 വായിക്കാൻ കഴിയുന്നു, യേശു ക്രിസ്തു ആശ്വാസപ്രദനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ ഏവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നത്രേ യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് ആശ്വാസപ്രദനാണ്. ഞങ്ങൾ മുൻപേ പാടിയപ്പോൾ പറഞ്ഞതുപോലെ, ഒരൊറ്റ ആശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട്. ഒരൊറ്റ സമാധാനത്തിന് വേണ്ടി, ഒരൊറ്റ ആശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്ന പലരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, ആശ്വാസപ്രദനായ യേശു കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും യേശു ആരാണ്? യെശയ്യാ 9:6, യോഹന്നാൻ 14:27 അതിലൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശു കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ്, സമാധാനത്തിന്റെ ദാതാവാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ
യെശയ്യാവിൽ കൂടെ ഉണ്ടായ പ്രവചന ശബ്ദം ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്, അവനെ സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. കണ്ടോ, ആ പ്രവചനത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ഒരു വാക്കത്രേ, യേശു ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്ന അവസരത്തിൽ ദൂതന്മാർ പാടിയ മനോഹരമായ ഗാനത്തിൽ അവർ ഇങ്ങനെയാണ് പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് ഏറ്റവും മനുഷ്യനും രാജ്യങ്ങളും ഗോത്രങ്ങളും ദേശങ്ങളും കൊതിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. രാജ്യം രാജ്യത്തോട് നിൽക്കുന്നു, ദേശം ദേശത്തോട് നിൽക്കുന്നു. നമുക്കറിയാം, രാഷ്ട്രം രാഷ്ട്രത്തോട് നിൽക്കുന്നു. സമാധാനം എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭവനത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. അല്പനേരം മുൻപ് നമ്മൾ ഒരു സാക്ഷ്യം കേട്ടു, ഒരു മദ്യപാനിയുടെ ഭവനത്തിലുള്ള അന്തരീക്ഷം. ആ വീട്ടിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകുമോ? രാവിലെ സ്നേഹത്തോടെ മുത്തേ, കരളെ, ഓമനെ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് താലോലിച്ച് തലോളി അവരെ സ്കൂളിലേക്ക് അയച്ച് ജോലിക്ക് പോകുന്ന ഗൃഹനാഥൻ പിതാവ് വൈകിട്ട് മദ്യപിച്ച് കഴിയുമ്പോൾ അദ്ദേഹം 2 കാലിൽ പോയി 4 കാലിൽ വരുന്നു. ബോധമില്ലാത്തവനായി വരുന്നു. വഴിയിലെ പോസ്റ്റ് കാണുമ്പോൾ ആരാടാ നിന്നെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞ് തൊഴിക്കുന്നു. ഓടയിൽ കിടക്കുന്നു. നാട്ടുകാരെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിനകത്താക്കുന്നു. സുബോധത്തോടെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരവ് കാണുമ്പോൾ രാവിലെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഭാര്യയും മക്കളും ഓടി ഒളിക്കുന്നു, കട്ടിലിനടിയിൽ പോയി ഒളിക്കുന്നു. ഇന്ന് കുടിച്ച അളവിൽ തികയാതെ വരുമ്പോൾ നാളെ കടം മേടിക്കുന്നു. വീട്ടിലെ സാധനങ്ങൾ പെറുക്കി വിൽക്കുന്നു. ഒരു മദ്യപന്റെ വീട് ദാരിദ്ര്യത്തിലേക്ക് 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 കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് മാരകമായ രോഗങ്ങൾ അവരെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഒരു മദ്യപന്റെ വീട്ടിൽ സമാധാനമുള്ളത്? അനുഭവ സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞു, ഒരു അപകർഷത ബോധത്തോടെ ആ കുഞ്ഞുങ്ങൾ വളരുന്നു. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ആ വീട്ടിലെ അന്തരീക്ഷം ഭയാനകമാണ്. ദൈവം ഒരു കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത് സമാധാനത്തോടെ വസിക്കുവാൻ വേണ്ടിയാണ്. ഭവനം എന്നത്രേ ഒരു കുടുംബത്തെ, ഒരു വീടിനെ, ഒരു ഭവനത്തെ പണിയുന്നത്. ഭയം മാറിയാൽ, സന്തോഷം മാറിയാൽ ആ വീട് വനത്തിന് തുല്യമായി മാറുമെന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ആശ്വാസമില്ലാതെ ഇന്ന് രാത്രി മയക്കുമരുന്നുകളിൽ ആശ്രയിച്ചെങ്കിലേ നിനക്ക് അല്പം സ്വസ്ഥത കിട്ടൂ, സമാധാനം കിട്ടൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യക്കുപ്പിക്ക്, നിങ്ങൾ വലിക്കുന്ന സിഗരറ്റ് കുറ്റിക്ക്, നിങ്ങൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾക്ക്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് തൽക്കാല സമാധാനം, തൽക്കാലമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മറക്കാൻ, തൽക്കാലമായി ടെൻഷൻ ഫ്രീ ആകാൻ മാത്രം നിങ്ങളെ സഹായിക്കുമ്പോൾ എന്നേക്കുമായി നിത്യമായി സമാധാനം നൽകുവാൻ കഴിവുള്ള ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ആ യേശു കർത്താവിലേക്ക് നിങ്ങൾ വന്നാൽ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലയോ? നിങ്ങൾക്ക് സമാധാനം പറയാൻ ആരുമില്ലേ? ജോലി നഷ്ടപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ചെലവ് കൊടുക്കും? നാളെ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഞാൻ എന്ത് പറയും? നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് തുല്യമായ ഒരു വ്യക്തിയുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ ഒരു വ്യക്തി, ബിസിനസ് തകർന്ന ഒരു വ്യക്തി,
ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തി, അടുത്ത നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തി, അടുത്ത നേരം എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേരത്രേ ശീമോൻ പത്രോസ്, സൈമൺ പീറ്റർ. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? യേശു കർത്താവ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ താൻ ഒഴിഞ്ഞ വല ഇരുന്ന് കഴുകുകയാണ്. ഈ മുക്കുവന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. മീൻ പിടിച്ചാലും മീൻ കിട്ടിയാലും മീൻ കിട്ടിയില്ലെങ്കിലും ഒഴിഞ്ഞ പടകാണെങ്കിലും നിറഞ്ഞ പടകാണെങ്കിലും അവർക്ക് വല കഴുകിയേ മതിയാകൂ. ഈ വല കഴുകുന്ന അവസരത്തിൽ കൂട്ടുകാർക്ക് അറിയില്ല, അവിടെ നിൽക്കുന്ന മറ്റു മീൻപിടുത്തക്കാർക്ക് അറിയില്ല. എന്നാൽ യേശു അതിലെ കടന്നു പോകുമ്പോൾ ശീമോന്റെ ഉള്ള അവസ്ഥ മനസ്സിലാക്കി. കേട്ടോ പ്രിയരെ, നിന്നെ ആർക്കും അറിയില്ല. നീ പുറമെ ചിരിക്കുന്നു, നീ പുറമെ എല്ലാം ചെയ്യുന്നു, പുറമെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുന്നു, നീ വളരെ സന്തോഷത്തോടെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു. പക്ഷെ നിന്റെ നീറുന്ന ഉള്ളിന്റെ അവസ്ഥ, നീറുന്ന അവസ്ഥ, നിന്റെ വേദനിക്കുന്ന അവസ്ഥ, ഈ രാത്രിയിലെ നിന്റെ ഏകാന്തത, സമാധാനമില്ലായ്മ അറിയുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ശീമോൻ പത്രോസിനെ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ യേശു കർത്താവ് ശീമോന്റെ ഉള്ളു മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പടകിൽ ചെന്ന് കയറി. എത്രയോ പടക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവൻ അറിയാം, ഞാൻ ഇന്ന് അവന്റെ പടകിൽ കയറിയില്ലെങ്കിൽ, ഇന്ന് അവനുമായിട്ട് ഞാൻ ഒരു ഏറ്റുമുട്ടൽ, ഒരു എൻകൗണ്ടർ നടന്നില്ലെങ്കിൽ അവന്റെ ഭവനം പട്ടിണിയാകും, അവന്റെ വീട് പട്ടിണിയാകും. ശീമോന്റെ പടകിൽ കയറി യേശു കർത്താവിനെ ശീമോന പടകിൽ സ്വീകരിച്ചു. കേട്ടോ, ഇന്ന് രാത്രി നിന്റെ ജീവിത പടകിൽ യേശുവിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ? നിന്നെ പ്രതിയാണ് യേശു കർത്താവ് ഈ ദേശത്ത് വന്നത്. നിന്നെ പ്രതിയാണ് സ്നേഹിത, സുഹൃത്തെ, സഹോദര, നിന്നെ പ്രതിയാണ് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. നിന്നെ പ്രതിയാണ് ഈ ശബ്ദം ഇപ്പോൾ നിന്റെ ഭവനാങ്കണത്തിൽ കടന്നു വന്നത്. കേട്ടോ, യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ഇന്ന് കാണുന്ന ക്രിസ്തു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചതല്ല, മറിച്ച് യേശു കർത്താവ് ഒരു മാർഗം കാണിക്കുകയത്രേ ചെയ്തത്. സ്വർഗത്തിലേക്കുള്ള, നിത്യതയിലേക്കുള്ള, പിതാവിങ്കിലേക്കുള്ള മാർഗം യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു കർത്താവ് ഇതാ ശീമോന്റെ പടകിൽ കയറുവാൻ അപേക്ഷിച്ചു. ശീമോൻ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചതായിട്ട് കാണുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വാതിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ വാതിൽ യേശു ഇന്ന് രാത്രി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ശീമോന്റെ പടക് യേശുവിനായി വിട്ടുകൊടുത്തതുപോലെ നിന്റെ ജീവിതമാകുന്ന പടക് ഇന്ന് രാത്രി യേശുവിനായിട്ട് വിട്ടുകൊടുക്കുവാൻ ആര് തയ്യാറാകും? ഞാൻ മുൻപോട്ട് പോകട്ടെ. ശീമോന്റെ പടക് യേശുവിനായി വിട്ടുകൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയാമോ? എന്ത് സംഭവിച്ചു? ശീമോൻ ഒന്നും പറഞ്ഞില്ല. യേശു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശീമോനെ നോക്കി പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ. ശീമോൻ ഒരൊറ്റ ഉത്തരം മാത്രമാണ് പറഞ്ഞത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ലോർഡ്, ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. എന്റെ കഴിവിന്റെ പരമാവധി മുഴുവനും നാഥ ഞാൻ അധ്വാനിച്ചു. എന്നെ കേൾക്കുന്ന പലരും ഇന്ന് രാത്രി പറയുന്നു, അല്ലേ, കഴിവിന്റെ പരമാവധി മുഴുവനും നിങ്ങൾ അധ്വാനിച്ചു. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അധ്വാനിച്ചു. ഈ രാത്രിയിൽ നിങ്ങൾ ഒഴിഞ്ഞ കൈകളുമായിട്ടിരിക്കുക. ഒന്നുമില്ല എന്റെ കയ്യിൽ, ഒന്നും കിട്ടിയില്ല, എന്റെ കൈകൾ ശൂന്യമാണ്, എന്റെ കുടുംബത്തെ പുലർത്തുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ശീമോൻ അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവൻ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇന്ന് രാത്രി ആ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ തയ്യാറാകുമോ? ഇന്ന് രാത്രി യേശു നിന്നോട് പറയാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലേ, നീ പരിശ്രമിച്ചു അല്ലേ, കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു അല്ലേ, ആയുസ് മുഴുവനും പരിശ്രമിച്ചു അല്ലേ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ഒരു പ്രാവശ്യം കൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി ഭാര
ഭാരത്തിൽ കൂടെ കടന്നുപോയി, വേദനയിൽ കൂടെ കടന്നുപോയി, എല്ലാം തകർക്കപ്പെട്ട് എല്ലാം ഒഴിഞ്ഞ പാത്രമായി നിരാശയോടെ എന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നുവോ? ഇന്ന് രാത്രി യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ ആര് തയ്യാറാകും? നിങ്ങളുടെ നഷ്ടപ്പെട്ട ബിസിനസ്സിനെ, നിങ്ങളുടെ നഷ്ടപ്പെട്ട ജോലിയെ മടക്കി തരുവാൻ എന്റെ യേശു മതിയായവനാണ്. അവൻ സമാധാന പ്രഭുവാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. യേശുവിന് അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. ഏത് രോഗത്തെയും യേശുവിന് സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ രോഗം എത്ര വലുതായിക്കൊള്ളട്ടെ പ്രിയരെ, മെഡിക്കൽ സയൻസ് പറഞ്ഞു കാണും മാരകമായ രോഗം, പല രോഗങ്ങളുണ്ട്, അതിലൊരു രോഗമാണെന്ന് ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് നിന്നോട് പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു സൗഖ്യദായകനാണ്. മെഡിക്കൽ സയൻസ് കൈവിട്ട വിഷയമായിരിക്കാം. മെഡിക്കൽ സയൻസ് നിങ്ങളോട് പറഞ്ഞു കാണും, ഇനി ചില മാസങ്ങൾ മാത്രമേ നിങ്ങൾ ജീവിക്കുകയുള്ളൂ, ചില ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ ജീവിക്കുകയുള്ളൂ. നിങ്ങൾ രോഗക്കിടക്കയിൽ അനങ്ങാൻ കഴിയാതെ ചലനമറ്റ് കിടക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, യേശു ക്രിസ്തുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വേദപുസ്തകത്തിൽ നിന്നും വിവരിക്കുവാൻ കഴിയുമെങ്കിലും എന്റെ മുൻപിലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനതെല്ലാം വിട്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. നോക്കുക, ശീമോൻ പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയാമോ? ഇന്നലെ വരെ അധ്വാനിച്ചിട്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട്, പരമാവധി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ആ പടക് യേശുവിന്റെ വാക്കിൽ നിറഞ്ഞു കവിഞ്ഞുവെന്നാണ് വായിക്കുന്നത്. തീർന്നില്ല, അടുത്ത പടകം നിറഞ്ഞു, അടുത്ത പടകം നിറഞ്ഞു. തകർന്നിരിക്കുന്ന വ്യക്തിയെ, തകർന്ന ബിസിനസ്സുമായി ഇരിക്കുന്ന വ്യക്തിയെ, ജോലി നഷ്ടപ്പെട്ട വ്യക്തിയെ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നിങ്ങൾ ആ യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിനായിട്ട് നിങ്ങളുടെ പടകൊന്ന് വിട്ടുകൊടുക്കാമോ? യേശുവേ, എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ. ഒരു കുരുടനായ ഒരു മനുഷ്യൻ വഴിവക്കിൽ ഇരുന്നു കൊണ്ട് യേശു അതിലെ കടന്നു പോകുമ്പോൾ വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിക്ക് മുൻപിൽ യേശു നിന്നെങ്കിൽ, ഈ നല്ലേപ്പള്ളി പരിസരങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ തകർന്ന അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ശൂന്യതയുടെ മുൻപിൽ ഒന്നും എന്റെ മുൻപിലില്ല, എല്ലാം തകർന്നു, എല്ലാം തകർന്നു, ജീവിക്കുവാൻ എന്റെ മുൻപിൽ ആശയ്ക്ക് വകയൊന്നുമില്ല എന്ന് പറയുന്നുവോ? ഇന്ന് രാത്രി യേശുവേ എന്ന് വിളിക്ക്. നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രി മാറ്റിമറിക്കപ്പെടുന്ന രാത്രിയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്ന രാത്രിയാണ്. നിങ്ങളുടെ വേദനകൾ മാറി സന്തോഷമായി തീരുന്ന രാത്രിയാണ്. അവൻ മാറ്റത്തിന്റെ ദൈവമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് അവൻ മാറ്റം വരുത്തും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് അവൻ മാറ്റം വരുത്തും. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കറിയാം ഇപ്രകാരം ജീവിതത്തിൽ മാറ്റം അനുഭവിച്ചവരാ. യേശു ക്രിസ്തു ജീവിതത്തിൽ വന്നതിന്റെ സന്തോഷവും സമാധാനവും അനുഭവിച്ച പ്രിയപ്പെട്ടവർ അനുഭവത്തോടെ കരം ഉയർത്തി ആ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്ന രാത്രിയാണെന്ന്. മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ വേഗം കടന്നു പോകട്ടെ. ഞാൻ റെഫറൻസ് മാത്രം പറഞ്ഞു പോകുകയാ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, അവിടെ ഒരു വീട് നമുക്ക് കാണാൻ കഴിയും. ആ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വീട് ഒരു കല്യാണ വീടാണ്, വിവാഹ വീടാണ്. വളരെ സന്തോഷത്തോടെ, എല്ലാ ഒരുക്കങ്ങളോടെ ആ വീട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിൽ ഒരു കണ്ണുനീരിന്റെ അനുഭവം കടന്നു വരികയാ, ഒരു നഷ്ടത്തിന്റെ അനുഭവം കടന്നു വരികയാ, ഒരു ശൂന്യതയുടെ അനുഭവം കടന്നു വരികയാ, ഒരു വേദനിക്കുന്ന സാഹചര്യം കടന്നു വരികയാ, ഒരു നിന്ദയുടെ സാഹചര്യം കടന്നു വരികയാ. എന്താണ്? യഹൂദന്മാരുടെ സംസ്കാരം അനുസരിച്ച് അവരുടെ ആഹാരത്തിൽ പ്രധാന ആഹാരമായ, നമ്മുടെ നാട്ടിൽ പ്രധാന ആഹാരം ബിരിയാണി അല്ലെങ്കിൽ ചോറ്, സദ്യ തുടങ്ങി ഫ്രൈഡ് റൈസ് തുടങ്ങിയ പ്രധാന ആഹാരം നാം നമ്മുടെ വിവാഹ സൽക്കാരങ്ങളിൽ വിളമ്പാറുണ്ട്. യഹൂദന്മാരുടെ സൽക്കാരങ്ങളിൽ വീഞ്ഞ് അവർ വിളമ്പാറുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വീഞ്ഞ് എന്ന് പറയുന്നത് ഇവിടെ കുടിച്ച് കൂത്താടി ബോധം പോയി നടക്കുന്ന മദ്യത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്.
വിശുദ്ധ വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു എവിടെയും മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വേദപുസ്തകം പറയുന്നു മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ ഒരു സംസ്കാരത്തിനനുസരിച്ചുള്ള ആഹാരത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. വീഞ്ഞ് തീർന്നു പോയി. നമുക്കറിയാം, മുന്തിരിച്ചാറ് പിഴിഞ്ഞെടുത്ത് അല്ലെങ്കിൽ അതിനെ ദിവസങ്ങളോളം പ്രോസസ്സ് ചെയ്ത് മാസങ്ങളോളം എടുത്താണ് വീഞ്ഞുണ്ടാക്കുന്നത്. പെട്ടെന്ന് പോയി എവിടെ നിന്ന് വീഞ്ഞുണ്ടാക്കും? അവരുടെ കണക്കുകൂട്ടൽ എവിടെയോ തെറ്റിപ്പോയി. ആ വീട് പെട്ടെന്ന് അപമാനത്തിന്റെ വീടായി മാറി, പെട്ടെന്ന് കണ്ണുനീരിന്റെ വീടായി മാറി. വിവാഹത്തിന്റെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു. ചില വീടുകൾ അങ്ങനെയാണ്, ചില ഭവനങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണിക്കുന്നത് അങ്ങനെയാണ്. പെട്ടെന്ന് സന്തോഷം നഷ്ടപ്പെട്ടു, പെട്ടെന്ന് ചൈതന്യം നഷ്ടപ്പെട്ടു. സന്തോഷത്തോടെ ജീവിച്ചു വന്നത് പെട്ടെന്ന് അങ്ങ് സങ്കടത്തിലോട്ട് മാറി. സന്തോഷത്തോടെ ജീവിച്ചു വന്നിട്ട് പെട്ടെന്നൊരു ദുഃഖത്തിലോട്ട് മാറി. പെട്ടെന്നൊരു നിന്ന നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പെട്ടെന്ന് നിങ്ങൾക്കൊരു അപമാനം സംഭവിച്ചു. തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ചില അപമാനങ്ങൾ, ചില നിന്ദകൾ. ഇങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? പക്ഷെ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. രാത്രി നിങ്ങൾക്ക് യേശുവിനെ ക്ഷണിക്കാൻ ഒരു സുവർണ അവസരമാണ്. യേശുവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ മതി, ക്ഷണിച്ചാൽ മതി. യേശുവിനെ ഒന്ന് ക്ഷണിച്ചാൽ മതി. യേശുവിനെ ഒന്ന് ക്ഷണിച്ചാൽ മതി. ശീമോന്റെ പടകിലേക്ക് യേശു ചെന്ന് കയറട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ ഈ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു. യേശു ആ വീട്ടിൽ വന്നു. എന്ത് സംഭവിച്ചു? ആ സംഭവത്തെ ഞാൻ വേഗം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചു? എന്താണ് അവിടെ സംഭവിച്ചത്? യേശു ആ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ആ വീടിന്റെ നിന്ന മാറി, അപമാനം മാറി, കണ്ണുനീര് മാറി, തല താണുപോയി. നാട്ടുകാരെ എല്ലാം വിളിച്ച് വിവാഹം നടത്തി. അപമാനിക്കപ്പെട്ട് തല കുനിച്ച് തല ഉയർത്താൻ നിവൃത്തിയില്ലാതെ വരുന്ന ആളുകളെല്ലാം ആ വീടിനെ നോക്കി പരിഹസിക്കുന്നു, കളിയാക്കുന്നു. യേശു ആ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് നിമിഷ നേരം കൊണ്ട് കഷ്ടത്തിലായ, കണ്ണുനീരിലായ, അപമാനത്തിലായ, വേദനയിലായ ആ വീട് സന്തോഷത്തിലേക്ക് മടങ്ങി വന്നു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇന്ന് രാത്രി ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തെ, വേദനയിലായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തെ ഇന്ന് രാത്രി യേശു സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവസ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കാണ് അഗാപ്പെ. ഗ്രീക്കിൽ സ്നേഹത്തിന് ഒത്തിരി വാക്കുകളുണ്ട്. സ്റ്റോർജ് എന്നൊരു വാക്കുണ്ട്, ഇറോസ് എന്നൊരു വാക്കുണ്ട്, ലുഡോസ്, പ്രാഗ്മ, ഫീലിയ അല്ലെങ്കിൽ ഫിലൗറ്റിയ, മാനിയ തുടങ്ങിയ അനേക വാക്കുകളുണ്ട്. കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹത്തിന് സ്റ്റോർജ് എന്ന് പറയും. ഇറോസ്, റൊമാൻറ്റിക്, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹം. വല്ലാത്ത കാമാത്മകമായ സ്നേഹത്തെ ലുഡോസ്. ദീർഘകാലത്തെ ഉടമ്പടി, കമ്മിറ്റഡ് ലോങ് ലാസ്റ്റിംഗ് പ്രാഗ്മ. സ്വയ സ്നേഹത്തിന് ഫിലോസ്. അങ്ങനെ പല സ്നേഹങ്ങൾ കാണുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത് അഗാപ്പെ എന്നാണ്, യൂണിവേഴ്സൽ ലവ്. എന്താണ് അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവസ്നേഹത്തിന്റെ കൊടുത്തിരിക്കുന്ന നിർവചനമാണ് അഗാപ്പെ. എന്തുകൊണ്ട് അഗാപ്പെ എന്ന് പറയുന്നു? അഗാപ്പയുടെ അർത്ഥം ഇതാണ്: അൺകണ്ടീഷണൽ ലവ്. ലവ് ഫോർ എവ്രി വൺ, അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് അഗാപ്പെ, ദൈവസ്നേഹം. ഞാൻ പറഞ്ഞ ഇപ്പോൾ കുറെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹം, എല്ലാം വ്യവസ്ഥകൾക്കനുസരിച്ച. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ
ഞാൻ നിന്നെ വിട്ട് വേറെ വഴിക്ക് പോകും. അങ്ങനെയല്ലേ ഡൈവോഴ്സ് നടക്കുന്നേ, വിവാഹമോചനം നടക്കുന്നേ. അങ്ങനെയല്ലേ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹം അറ്റുപോകുന്നേ. പക്ഷേ യേശു കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു പോന്ന പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവസ്നേഹവുമായി ദൈവരാജ്യവുമായി ഒരു ബന്ധവുമില്ലാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചത് അത്രയേ അഗാപ്പേ ദൈവസ്നേഹം. ഇന്ന് രാത്രി ആ ദൈവസ്നേഹത്തിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വിലാപ ഭവനമായ കാനാവിലെ കല്യാണ വീട് സന്തോഷമാക്കി മാറ്റിയത് യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും എൻ്റെ മുൻപിൽ ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രാത്രി നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതം യേശുവിനായിട്ടൊന്ന് സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇന്ന് രാത്രി സമാധാനദായകൻ യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയത്. ആശ്വാസപ്രദൻ യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയത്. നിങ്ങളുടെ പ്രയാസം എത്ര വലുതാകട്ടെ, നിങ്ങളുടെ പ്രതികൂലം എത്ര വലുതാകട്ടെ, യേശു മതിയായവനാ പ്രിയരേ. യേശു വിശ്വസ്തന, അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാ. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. രാത്രി ഒരു കാര്യം ഓർക്കണം കേട്ടോ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതം യേശു കർത്താവിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? യേശു കർത്താവിന്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? നമ്മളെല്ലാം ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകേണ്ടവരാണ്. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം ഇതിനപ്പുറത്തേക്ക് ആമേൻ നിത്യതയിലേക്ക് നമ്മൾ ജീവിക്കേണ്ടവരാണ്. നിത്യതയിലേക്ക് പോകേണ്ടവരാണ്. നിത്യതയിൽ നമ്മുടെ ജീവിതം ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യ നരകത്തിൽ. ഈ രണ്ട് ജീവിതം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. നമ്മൾ എന്ത് നേടിയാലും അതെല്ലാം മരണത്തിൽ നമ്മൾ അവസാനിപ്പിക്കണം. ഞാനൊരു കവിത ഓർത്തു പോകുകയാണ്. പ്രശസ്തമായ ഒരു കവിതയാണ്. സിസ്റ്റർ മേരി ബനീജ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ എഴുതിയ, ഒരു സഹോദരി, ഒരു സിസ്റ്റർ എഴുതിയ, ഒരു നൺ എഴുതിയ ലോകമേ യാത്ര എന്ന കവിതയിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. അതിനകത്ത് ചില വരികൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു വരും, ഭംഗം വരുത്താനും മണ്ണിനിടയ്ക്കവേ കണ്ണിന്റെ ഭംഗിയോ മായ മായ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം പോകണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. ഈ ലോകത്തിൽ അനേക പ്രശസ്തന്മാരുണ്ട്, അനേക വിജ്ഞരുണ്ട്, അനേക മഹാന്മാരുണ്ട് അല്ലേ? നമ്മൾ ഈ പറഞ്ഞതൊക്കെ ചരിത്രങ്ങളിൽ പഠിച്ച പേരുകളാണ്. പക്ഷെ അവരെല്ലാം കാലചക്ര വിഭ്രമത്തിൽ അമർന്നു പോയി കേട്ടോ. മരണത്തിൽ അവരുടെ ജീവിതം അവസാനിച്ചു. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, മഹാനായ അലക്സാണ്ടർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കരയായ പ്രദേശം മുഴുവനും അദ്ദേഹം വെട്ടിപ്പിടിച്ചിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ. ഒരിക്കൽ അദ്ദേഹം അറേബ്യൻ കടലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, ഹേ അറേബ്യൻ കടലെ, അറേബ്യൻ സമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമായിരുന്നു. അങ്ങനെ സാമ്രാജ്യങ്ങൾ, ദേശങ്ങൾ, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണസമയത്ത്, തന്റെ യൗവന പ്രായത്തിൽ 33 വയസ്സിൽ
തനിക്കൊരു ജ്വരം വന്നു, ഒരു പനി വന്നു. താൻ ഈ ഭൂമിയിൽ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. തനിക്ക് വിശ്വസ്തന്മാരായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. തന്റെ ജീവൻ നിലനിർത്താൻ താൻ പൈസ കൊടുത്ത അനേക ഡോക്ടേഴ്സിനെ നിർത്തിയിരുന്നു. അവർ കണഞ്ഞ് പരിശ്രമിച്ചു, അവർ കഠിനമായി പരിശ്രമിച്ചു. അവസാനം എല്ലാവർക്കും മനസ്സിലായി വൈദ്യശാസ്ത്രം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവനെ നിലനിർത്തുവാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുവെന്നാണ് പറയുന്നത്: എന്റെ ശവമഞ്ചത്തിൽ, ശവപ്പെട്ടിയിൽ 2 ദ്വാരങ്ങൾ ഇടണം. തന്നെ ഡോക്ടേഴ്സിനോട് പറയുകയാണ്. എന്തിനാണ്? ആ ദ്വാരത്തിനകത്ത് എന്റെ 2 കൈകളും പുറത്തേക്ക് ഇടണം. എനിക്ക് ലോകത്തോടൊരു സന്ദേശം വിളിച്ചു പറയാനുണ്ട്. ഞാൻ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു, സാമ്രാജ്യങ്ങൾ മുഴുവനും വെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ കവിതയിൽ പറയുന്നത് പോലെ ഞാൻ ഈ മരണമാകുന്ന അതിർത്തിയിൽ എല്ലാം വിട്ടേച്ചു പോകുകയാണ്. എൻ്റെ കൈകളിൽ ഒന്നുമില്ല, വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ എൻ്റെ മരണത്തിൽ കൊണ്ടുപോകുന്നില്ല. ഇത് ലോകത്തോടുള്ള സന്ദേശമാണ്. മനുഷ്യ, നീ എന്തിനു വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത്? നീ എന്തിനു വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത്? എന്തിനു വേണ്ടിയാണ് വെട്ടിപ്പിടിക്കുന്നത്? നീ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്നതെല്ലാം മരണത്തിൽ നീ വിട്ടേച്ചു പോകണമെങ്കിൽ, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നീ എന്ത് നേടിയെന്ന് ഇന്ന് രാത്രി നീ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും മരണത്തിനപ്പുറമുള്ള നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി നീ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും പ്രിയരേ. ഹല്ലേലൂയ. നമുക്കറിയാം അനേക പ്രിയപ്പെട്ടവർ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്റെ ശവപ്പെട്ടി ചുമക്കേണ്ടത് എന്റെ ഡോക്ടേഴ്സ് ആയിരിക്കണം. അവർ മാത്രം എന്റെ ശവപ്പെട്ടി പിടിച്ചാൽ മതി. എന്തിനാണ്? ലോകത്തോട് നിങ്ങൾ പറയണം, നിങ്ങളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. എന്റെ ജീവൻ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. മെഡിക്കൽ സയൻസിന് കഴിഞ്ഞില്ല, വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി പ്രിയരെ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട കേസാകട്ടെ, ആമേൻ, വൈദ്യശാസ്ത്രം കൈവിട്ട കേസാകട്ടെ, ഇന്ന് രാത്രി യേശു നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശുവിനെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവ സന്നിധിയിൽ അടയട്ടെ. ആമേൻ. ഈ ശബ്ദബീജങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ പലയിടങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കവലയിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ആമേൻ. ഭവനങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ട്, കടത്തിണ്ണകളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതം എല്ലാം പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ? ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ, ആമേൻ, ശിമോൻ പത്രോസിനെ പോലെ ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന വ്യക്തിയാണോ? സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? ആശ്വാസം നഷ്ടപ്പെട്ട വ്യക്തിയാണോ? ആശ്വസിക്കുവാൻ നിങ്ങൾക്ക് വകയില്ല. മെഡിക്കൽ സയൻസ് നിങ്ങളെ കൈവിട്ടോ? ആമേൻ. അപമാനത്തിന്റെ ഭവനമായി നിങ്ങളുടെ ഭവനം മാറിയോ? നിന്ദയുടെ ഭവനമായി നിങ്ങളുടെ ഭവനം മാറിയോ? യേശു മതിയായവനാകട്ടോ. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ യേശു മതിയായവനാകട്ടോ. ഒരു വാക്ക് ഞാൻ തൊട്ടുപോകുകയാ. അബ്രഹാമിന്റെ ജീവിതത്തിൽ തലമുറകളില്ലായിരുന്നു, ആമേൻ, വർഷങ്ങൾ തലമുറകളില്ലായിരുന്നു. വാഗ്ദത്തം പ്രാപിച്ചിട്ടും അബ്രഹാമിന് തലമുറകളെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തമായി നടക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഇരിക്കുന്നുണ്ട്. ദീർഘവർഷമായി നിങ്ങൾ വാഗ്ദത്തമായി നടക്കുകയാ. എനിക്ക് വാഗ്ദത്തമുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, എനിക്ക് ദൂതുണ്ട്. പക്ഷെ ഇതുവരെ ദൂത് നടന്നിട്ടില്ല, ഇതുവരെ വാഗ്ദത്തം നിറവേറിയിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വാഗ്ദത്തം നിറവേറുവാൻ സമയമായി കേട്ടോ. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാകട്ടോ. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാകട്ടോ. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാകട്ടോ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദൂതുകൾ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നിറവേറുവാൻ സമയമായി. വാഗ്ദത്തത്തിൻ സമയമാണിത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദത്തവുമായിട്ട് അബ്രഹാം നടക്കുകയാ. ആമേൻ. അത് നടക്കുന്നത് ലക്ഷണമേ ഇല്ല.
സാറയുടെ ഗർഭപാത്രം നിർജീവമായി. പക്ഷേ ആമേൻ, റോമാലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം ഇങ്ങനെ പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് ദൈവത്തെ കുറിച്ച് ഒരു ബോധമുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനായ ദൈവത്തിൽ താൻ ബഹുജാതികൾക്ക് പിതാവാകേണ്ടതിന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി ആമേൻ, വാഗ്ദത്തം പ്രാപിച്ച ദൈവ പൈതലേ, ആമേൻ, നാളുകളായി നിനക്ക് വാഗ്ദത്തമുണ്ട്. തലമുറകളില്ലേ, നാളുകളായി വാഗ്ദത്തമുണ്ട്. ആമേൻ, ആമേൻ. നിന്റെ ഭാവിയെ കുറിച്ച് നാളുകളായി വാഗ്ദത്തമുണ്ട്. പക്ഷേ വാഗ്ദത്തം ഇതുവരെ നടന്നിട്ടില്ലേ? ഇന്ന് രാത്രി അതിന്റെ സമയമാകട്ടോ. ഇന്ന് രാത്രി വിശ്വസിക്ക്. അബ്രഹാം വിചാരിച്ചു സാറയുടെ ഗർഭപാത്രം നിർജീവമായി, 100 വയസ്സുള്ളവനായി. പക്ഷേ വാക്ക് പറഞ്ഞവൻ മാറിയിട്ടില്ല. അവൻ വാഗ്ദത്തം മറന്നിട്ടില്ല. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരോട് വിളിച്ചു പറയുകയാ, നിങ്ങളുടെ വാഗ്ദത്തം നടക്കുവാൻ സമയമായി കേട്ടോ. വാഗ്ദത്തത്തിൻ സമയമാണിത്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory to God, glory to God, glory to God, glory to God. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? അല്പസമയങ്ങളിൽ പ്രാർത്ഥനയോടെ ഏറ്റെടുത്താട്ടെ. ആമേൻ. ഇന്ന് രാത്രി അവിശ്വാസങ്ങൾ മാറട്ടെ. ഈ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? ഇന്ന് രാത്രി കർത്താവ് എന്തൊക്കെയോ ചെയ്യുകയാണ്. നിങ്ങളുടെ അവസ്ഥകൾ മാറുകയാണ്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? ഇന്ന് രാത്രി വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ പോകുന്ന രാത്രിയാണ്. ഈ സഭയോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന രാത്രിയാണ്. ഈ ദേശത്ത് മഹത്വം വെളിപ്പെടുന്ന രാത്രിയാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുന്നു. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കുന്ന രാത്രിയാണ്. അസ്ഥി സൈന്യമായി എഴുന്നേൽക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കാമോ? ആരുമില്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ഭീകരാന്തരീക്ഷത്തിൽ നിൽക്കുകയാണോ? സൈന്യമായി ദേശത്തിൽ വിളങ്ങിടും.
മഹത്വം ദേശത്തിൽ ഇറങ്ങുന്നു. മഹത്വം ദേശത്തിൽ ഇറങ്ങുന്നു. കല്ലേപ്പള്ളിയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. പരിശുദ്ധ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കും നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ പോകുന്നു? നിങ്ങളോട് പറഞ്ഞ ദൂതുകൾ നിവർത്തിക്കപ്പെടാൻ പോകുന്നു. അബ്രഹാമേ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. എനിക്ക് പ്രായമായി, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തമൊക്കെ അവിടെ കിടക്കത്തേയുള്ളൂ. നോ, ഈ ദേശത്തെ ഈ പ്രവർത്തനത്തെ നട്ടത് ദൈവമാണെങ്കിൽ അവൻ ആ വാഗ്ദത്തം നിവർത്തിക്കും. തലമുറ തലമുറയോളം, തലമുറ തലമുറയോളം, തലമുറ തലമുറയോളം ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ അല്പസമയങ്ങളൊന്ന് ആരാധിച്ച് ഇന്ന് രാത്രി ആ വാഗ്ദത്തത്തിന്റെ സമയമാകട്ടോ. വാഗ്ദത്തത്തിന്റെ സമയമാണ്. വാഗ്ദത്തത്തിന്റെ സമയമാണ്. നിങ്ങളോട് പറഞ്ഞ ദൂതുകളൊക്കെ നിവർത്തിക്കപ്പെടുമെന്ന്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറഞ്ഞ ദൂതുകളൊക്കെ നിവർത്തിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്തേ. ഈ സഭയോട് പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടും. അതിന്റെ ടൈമാണ്. മഹത്വം വെളിപ്പെടുന്ന രാത്രിയാണ്. ഈ ദേശത്ത് അസ്ഥി സൈന്യമായിട്ട് എഴുന്നേൽക്കുന്നു. ആത്മാവിൽ ഞാനത് കാണുകയാണ്. അസ്ഥി സൈന്യമായിട്ട് എഴുന്നേൽക്കുന്നു. അസ്ഥികൾ നിറഞ്ഞ താഴ്വര, അസ്ഥികൾ നിറഞ്ഞ താഴ്വര. പക്ഷേ ഈ യോഗം കഴിയുമ്പോൾ ഒരു സൈന്യം ഇവിടെ എഴുന്നേൽക്കുകയാണ്. ഇന്ന് അസ്ഥികളായിരിക്കാം, ഇന്ന് ബന്ധമില്ലാതെ കിടക്കുന്നതായിരിക്കാം, ഇന്ന് നിർജീവമായിരിക്കാം, ഇന്ന് ചലനമറ്റ് കിടക്കുന്നതായിരിക്കാം, ഇന്ന് അനക്കമില്ലാതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഒരു സൈന്യത്തെയാണ് ഞാൻ കാണുന്നത്. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അസ്ഥി സൈന്യമായിട്ട് എഴുന്നേൽക്കുന്നു. 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 ഓ